Good morning, my dear students. Welcome back to our social science class. Today we are discussing about tundra climatic region or land of eternal snow. Previous class, we learned about equatorial climatic region, hot deserts, their flora, fauna, and their dressing style, etc. Now we are discussing or learn about Inuit tribes. Before that, look at this picture. All of you look at this picture. What is this? Did you see this before? What is this? This is known as igloo. This is a temporary house called igloo built by the Inuit tribes. Inuit ഗോത്രക്കാർ നിർമ്മിച്ച താൽക്കാലികമായി ഉണ്ടാക്കിയ വീടുകളെയാണ് ഇഗ്ലൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. See this picture, igloos. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫുൾ ഓഫ് ഐസ് ഓർ സ്നോ, അല്ലെ? മഞ്ഞ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കിയ വീടിനെയാണ് ഇഗ്ലൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. This is a temporary house called igloo built by the Inuit tribes. Inuits are the dwellers of the permanently snow-covered regions in the northern part of North America, Europe and Asia. എവിടെയൊക്കെയാണ് ഈ ഇന്യൂട്സിനെ നമുക്ക് കാണാൻ കഴിയുക? നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ, ഈ ഭാഗങ്ങളിലെ നോർത്തേൺ പാർട്ടിലാണ് അവരെ കാണാൻ കഴിയുന്നത്. ഏത് പ്രദേശമാണത്? അവിടെ ഫുൾ ഓഫ് കവേർഡ് വിത്ത് സ്നോ, മഞ്ഞു മൂടിയ പ്രദേശമായിട്ടുള്ള വടക്ക് പ്രദേശത്തെ നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും കാണാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർ ജനങ്ങളെയാണ് ഇന്യൂട്ട് ട്രൈബ്സ് എന്ന പേരിൽ അറിയുന്നത്. സിരീസ്, who are the Inuit tribes? ആരാണ് ഇന്യൂട്ട് ട്രൈബ്സ്? The Inuits are the dwellers of the permanently snow-covered regions in the northern part of the North America, Europe and Asia. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളുടെ വടക്കു ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. ക്ലിയർ ആയില്ലേ? അപ്പൊ ആരാണ് ഇന്യൂട്ടുകൾ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ? Then what are the specialities of Inuits? ഇന്യൂട്സിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒരുപാട് പ്രത്യേകതകൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്യൂട്സുകൾ. എന്തൊക്കെയായിരിക്കാം അത്? നമുക്ക് കാണാം. Inuits are adapted to the adverse climate and the lack of resources. Hunting and fishing are the means of life. They live in a small groups and never settle anywhere permanently. Essential commodities are exchanged with the other groups on the way. They are also make houses using the burns of whales, rough rocks and leathers. These are the important specialities of Inuits. See this. What are the important specialities of Inuits? Inuitsന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇന്യൂട്ട് വർഗക്കാരുടെ പ്രത്യേകതകൾ. See this. Specialities of Inuits. Inuits are adapted to the adverse climate and the lack of resources. പ്രതികൂല കാലാവസ്ഥയിലും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. പ്രതികൂല കാലാവസ്ഥയാണ്, അതായത് ഫുൾ ഓഫ് കവേർഡ് വിത്ത് സ്നോ, അങ്ങനെയുള്ള ഒരു കണ്ടീഷനില് ആ കാലാവസ്ഥയിലും പിന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ അഭാവം, ഒട്ടും ഒരു സാധനങ്ങളും ഭക്ഷണ വസ്തുക്കൾ ഒന്നും അവർക്ക് ലഭിക്കാറില്ല, അതിനെയെല്ലാം അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. Another feature is that hunting and fishing are the means of life. മൃഗങ്ങളും മത്സ്യബന്ധനവുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. Another feature, third one, they live in small groups and never settle anywhere permanently. അവർ ചെറു സമൂഹങ്ങളായി ജീവിക്കുന്നു. ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. ഇവർ ചെറിയ സ്മോൾ ഗ്രൂപ്പുകളായിട്ടാണ് അവർ ജീവിക്കുക. മറ്റൊരു പ്രത്യേകതയാണ് അവർ എവിടെയും പെർമനന്റ് ആയിട്ട് അവർ താമസിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു അവർ ഇഗ്ലൂസിലാണ് താമസിക്കുന്നതെന്ന്. അവിടെ അവർ ടെമ്പററി ആണ് അവർ താമസിക്കുന്നത്, താൽക്കാലികമായി താമസിക്കുന്നതാണ് ഇഗ്ലൂവില്. അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരു സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശം അവർക്കില്ല. Another feature, essential commodities are exchanged with the other groups on the way. അതായത് സഞ്ചാരവേളയിൽ അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാത്തതുകൊണ്ട് സഞ്ചാരവേളയിൽ മറ്റു സമൂഹങ്ങളുമായി അവശ്യ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. Clear? These are the important features of Inuits or important specialities of Inuits. What are the important specialities of Inuits?
First one, Inuits are adapted to the adverse climate and lack of resources. Hunting and fishing are the means of life. They live in small groups and never settle anywhere permanently. Essential commodities are exchanged with the other groups on the way. They also make houses. Another feature is this: they also make houses using the bonds of bales, rough rocks and leather. പിന്നെ അവിടെ അവര് ഒരു സമയത്ത് അവർ താമസിക്കുന്ന വീടാണ് ഇഗ്ലൂസ്. അനദർ ടൈമില് അവർ താമസിക്കുന്ന വീടുകൾ എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്? They make houses with the bonds of whales, തിമിംഗലത്തിന്റെ എല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ റഫ് റോക്സ്, പാറകൾ കൊണ്ടും, റഫ് ആയിട്ടുള്ള പാറകൾ കൊണ്ടും ആൻഡ് ലെതർ കൊണ്ടും നിർമ്മിച്ച വീടുകളിലുമാണ് അവർ താമസിക്കുന്നത്. These are the important features of or specialities of Inuits. Clear? എല്ലാവർക്കും മനസ്സിലായില്ലേ? Then during summer season, during summer they hunt seals, reindeers, polar bears, etc. ഈ സമ്മർ സീസണില് അവർ എന്ത് ചെയ്യുന്നു? അവർ വേട്ടയാടൽ അവരുടെ മറ്റൊരു തൊഴിലാണെന്ന് പറഞ്ഞു. അവർ ആരെയാണ് വേട്ടയാടുന്നത്? Hunt seals, sealsനെ, reindeers and polar bears. Then they consume the flesh of hunted animals. ഇവർ വേട്ടയാടലാണ് അവരുടെ പ്രധാന തൊഴിൽ. വേട്ടയാടിയതിനു ശേഷം they consume the hunted animals. അവർ ആ വേട്ടയാടിയ ആ ആനിമൽസിന്റെ ഭക്ഷണമാണ്, ഫ്ലഷ് ആണ് അവർ കഴിക്കുന്നത്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? See this picture. They hunted animals. They consume the flesh of hunted animals. These are the faunas, or these are the animals they hunted. Or hunt ചെയ്യുന്ന animals ആണ് ഏതൊക്കെയാണ്? Seals, reindeers, polar bears, etc. Clear? Okay. Then അവര് ഇത്രയും മൃഗങ്ങളെ അവർ വേട്ടയാടുന്നു. അവരുടെ ആ ഫ്ലഷ് അവർ ഭക്ഷണമായി കഴിക്കുന്നു. പിന്നെ അവർ ആ മൃഗങ്ങളിൽ നിന്നും ഒന്നും അവർ വേസ്റ്റ് ആക്കി കളയുന്നില്ല. പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? They clothes themselves with their skin and make weapons from the bones and horns. ആ ക്ലോത്ത്സ് ആയിട്ട് അവരുടെ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ സ്കിൻ കൊണ്ട്, ഈ വേട്ടയാടി ലഭിക്കുന്ന മൃഗങ്ങളുടെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ വസ്ത്രം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോൺസ് ആൻഡ് ഹോൺസ് ഉപയോഗിച്ചിട്ടാണ് അവർ വീടുകൾ ഉണ്ടാക്കുന്നത്. അത് ഞാൻ മുന്നേ പറഞ്ഞു തന്നു അല്ലെ? അപ്പോൾ അവർ വേട്ടയാടുന്ന ഒരു മൃഗത്തിന്റെ ഒരു ഭാഗം പോലും അവർ വേസ്റ്റ് ആക്കി കളയുന്നില്ല, എല്ലാം അവർ ഉപയോഗിക്കുന്നു. Clear? They never leave the igloo during the winter, which lasts for about 6 months. അവർ ഏകദേശം എത്ര കാലം വരെയാണ് അവർ ഈ ഇഗ്ലൂസിൽ താമസിക്കുക? 6 മാസത്തോളമാണ് അവർ ഇഗ്ലൂകളിൽ താമസിക്കുന്നത്. അതിനുശേഷം to survive this period they store food in advance. അതിൽ അവർക്ക് ആ ഇഗ്ലൂയിൽ താമസിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ അവരുടെ ഭക്ഷണം സർവൈവ് ചെയ്യുന്നു. അത് അവർ കളക്ട് ചെയ്തിട്ട് വെക്കാറുണ്ട്. ക്ലിയർ? They survive this period. ആ സമയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി they store food in advance. അവരുടെ ഭക്ഷണം അഡ്വാൻസ് ആയിട്ട് അവർ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്യൂട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. Which type of dresses they wear? അവർ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് നോക്കാം. എങ്ങനെയുള്ള ഡ്രസ് ആണ് അവർ ധരിക്കുക? Airtight leather shoes, double layered jackets and trousers made of fur are the common costumes of the Inuits. Inuitsന്റെ വസ്ത്രധാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. Airtight leather shoes. അവരുടെ ഷൂസ് എങ്ങനെയായിരിക്കും? എയർ ടൈറ്റ് ആയിട്ടുള്ള ലെതർ ഷൂസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഡബിൾ ലെയേർഡ് ജാക്കറ്റ്സ്. ഡബിൾ ലെയേർഡ് അതായത് 2 അട്ടിയായിട്ടാണ് അവരുടെ ആ ജാക്കറ്റ്സിന് ഉണ്ടായിരിക്കുക. ആൻഡ് ട്രൗസേഴ്സ് മെയ്ഡ് ഓഫ് ഫർ കൊണ്ട്, രോമം കൊണ്ടുണ്ടാക്കിയ ട്രൗസേഴ്സുകളുമാണ് അവർ ഉപയോഗിക്കുന്നത്. See these are the dressing style. അവരുടെ വസ്ത്രധാരണമാണ് ഇവിടെ കാണിക്കുന്നത്. Airtight leather shoes and double layered jackets and trousers made of fur are the common costumes of the Inuits. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ട പാളുകളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇന്യൂട്സിന്റെ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ? ഇനി അവരുടെ ട്രാവലിംഗ്, അവർ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത്? അവർ ഏത് തരത്തിലുള്ള വാഹനമാണ് അവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. Inuits traveling on flat sledges driven by tamed dogs
tamed dogs is a common scene in this region. ആ പ്രദേശത്തേക്ക് നമുക്ക് പോയാൽ കാണാവുന്നതാണ് അവർ എങ്ങനെയുള്ള അവരുടെ വാഹനമാണ് അവർ ഉണ്ടാക്കുന്നത്. അവർ സ്ഥിരമായി അവരുടെ വീടുകളിൽ അവർ വളർത്തുന്ന നായകളെ കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു വാഹനത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ആ വാഹനത്തിന്റെ പേരാണ് sludges എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. See this picture. Inuits traveling on flat sludges driven by tamed dogs is a common scene. See this. ഇതാണ് അവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ഈ നായകളെ അവർ വളർത്തുന്ന നായകളെ കൂട്ടിക്കെട്ടിയിട്ട് അതിന്റെ മേലെയാണ് അവർ യാത്ര ചെയ്യുന്നത്. This is known as sludges എന്ന പേരിൽ അറിയപ്പെടുന്നു. Clear? This climatic region lying in the north of Arctic Circle 66.5 degree and extending around the North Pole is known as the tundra climatic region. എവിടെയാണ് ഈ ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ? ആ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദി നോർത്തേൺ പാർട്ട് ഓഫ് ആർട്ടിക് സർക്കിൾ ദാറ്റ് ഈസ് നോൺ ആസ് 66.5 ഡിഗ്രി നോർത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആ 66.5 ഡിഗ്രി നോർത്തിന്റെ ആ പ്രദേശവും ആൻഡ് ഓൾസോ ദ എക്സ്റ്റെൻഡിങ് അറൌണ്ട് ദ നോർത്ത് പോൾ, നോർത്ത് പോളിന്റെ ആ ചുറ്റുവശവുമാണ് ഏത് പ്രദേശമായിട്ട് കാണുന്നത്? ഈ ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് പോളിന്റെ ആ പ്രദേശം ഫുൾ ഓഫ് കവേർഡ് വിത്ത് സ്നോ. ആർട്ടിക് സർക്കിൾ അല്ലേ, അവിടെ മുഴുവൻ മഞ്ഞ് മൂടപ്പെട്ട പ്രദേശമാണ്. അവിടെയാണ് ഈ ഇന്യൂട്സുകൾ താമസിക്കുന്നത്. ക്ലിയർ ആയില്ലേ? See this. Which part is tundra climatic region? ഏതിനാണ് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിൽ 66.5 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ അഥവാ ടുണ്ട്ര മേഖല. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ എന്താണ്? ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത് ആൻഡ് എക്സ്റ്റെൻഡിങ് അറൌണ്ട് ദ നോർത്ത് പോൾ ഈസ് നോൺ ആസ് ദ ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ. Then what are the characteristics of tundra climatic region? ഇനി tundra climatic regionന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇനി അടുത്ത് നമുക്ക് അത് നോക്കാം. എന്തായിരിക്കാം അവിടുത്തെ പ്രത്യേകതകൾ? നമ്മൾ പറഞ്ഞു സ്നോ കവേർഡ് ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് വെരി ലോ റെയിൻഫോൾ. വെരി ലോ റെയിൻഫോൾ, മഴ ഒട്ടും തന്നെ ലഭിക്കാത്ത പ്രദേശമാണ് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ. ആൻഡ് സ്കേഴ്സ് വെജിറ്റേഷൻ. മഴ ലഭിച്ചാലല്ലേ വെജിറ്റേഷൻ ഉണ്ടാവുള്ളൂ. ഈ സസ്യജാലങ്ങൾ ഉണ്ടാവണമെങ്കിൽ വെള്ളം വേണം. മഴയില്ല, അതുകൊണ്ട് തന്നെ സ്കേഴ്സ് വെജിറ്റേഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ. Then the extremely low population. മഴ വേണം, വെജിറ്റേഷൻസ് വേണം, എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ലോ പോപ്പുലേഷൻ ആണ്. ജനങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരു ഏരിയ ആണ്. വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ താമസിക്കുകയുള്ളൂ. അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ജനങ്ങൾ മാത്രമേ ഇവിടെ കഴിയുള്ളൂ. അനദർ ഫീച്ചർ ഈസ് ദ കോൾഡ് ഡെസേർട്ട്. ഇത് എന്താണ്? ശൈത്യ മരുഭൂമിയാണിത്. നമ്മൾ ഹോട്ട് ഡെസേർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കോൾഡ് ഡെസേർട്ട്, അതായത് ശൈത്യ മരുഭൂമിയാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ആൻഡ് റയർലി എക്സ്പീരിയൻസ് 10 ഡിഗ്രി സെൽഷ്യസ് ഇൻ ജൂൺ ഈസ് കൺസിഡേർഡ് ആസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ. അവിടുത്തെ ഏറ്റവും ഉയർന്ന, ജൂൺ മാസത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് എത്ര? 10 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടിയ താപനിലയാണ് 10 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഇവിടെ ഒരു 20 ഡിഗ്രി ആകുമ്പോഴേക്കും തണുവ് കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലെ. എല്ലാവരും രാവിലെ പുതപ്പ് മൂടി പുതച്ചിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് വളരെ തണവ് അനുഭവപ്പെടുന്നു 20 ഡിഗ്രി ആകുമ്പോൾ തന്നെ. പക്ഷെ അവിടെ ഉയർന്ന ഊഷ്മാവാണ് 10 ഡിഗ്രി സെൽഷ്യസ്. അത് ജൂൺ മാസത്തിൽ ഉണ്ടാവുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയും സ്നോ കവേർഡ് ഏരിയ ആണ് ഈ ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ. These are the important features, important characteristics of tundra climatic region. Clear? So what are the characteristics of tundra climatic region? See this. First point is very low rainfall. Very low rainfall, തീരെ കുറഞ്ഞ മഴ, സ്കേഴ്സ് വെജിറ്റേഷൻ, വിരളമായ സസ്യജാലങ്ങൾ, എക്സ്ട്രീംലി ലോ പോപ്പുലേഷൻ, വളരെ കുറഞ്ഞ ജനവാസം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ഡെസേർട്ട് അഥവാ ശീത മരുഭൂമിയാണ്. ഓക്കെ. ദെൻ പിന്നെ 10 ഡിഗ്രിയേക്കാൾ വളരെ കുറവുള്ളതാണ് അവിടുത്തെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്
which are the major vegetations in this region? ഈ പ്രദേശത്ത് വെജിറ്റേഷൻസ് സ്കേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. വളരെ കുറഞ്ഞ വെജിറ്റേഷൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി അവിടെ വളരുന്ന വെജിറ്റേഷൻസ് അഥവാ സസ്യജാലങ്ങൾ എന്തെല്ലാമാണ് അതും കൂടെ നമുക്ക് നോക്കാം. Which are the major vegetations in this region? The major vegetations are ഏതൊക്കെയായിരിക്കാം? The major vegetations that summers in extreme cold climate comprises of moss and lichens and small flowering plants and shrubs can be seen only during the short summers. അവിടെ കാണുന്ന ചെടികളാണ് ഏതൊക്കെ? moss and lichens എന്ന് പറയുന്ന ചെടികൾ. moss and പായലുകളും അതേപോലെ ലിച്ചൻസുകളുമാണ് ഉള്ളത്. പിന്നെ സ്മോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ചെറിയ ചെറിയ പൂവിട്ടിട്ട് നിൽക്കുന്ന ചെറിയ ചെടികൾ കാണാം. ആൻഡ് ഷ്രബ്സ് ക്യാൻ ബി സീൻ ഓൺലി ഡ്യൂറിംഗ് ഷോർട്ട് സമ്മേഴ്സ്. വേനൽക്കാലത്തെ ഷ്രബ്സുകളെയും നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നത്. See these which are the important vegetations here. ഈ ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയനിലെ വെജിറ്റേഷൻസുകൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ ഈസ് ഏതൊക്കെയാണ് പറയൂ? The major vegetations that survive vegetations that survives the extreme cold climate comprises of moss and lichens. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗങ്ങൾ. Then small flowering plants and shrubs can be seen only during short summers. അതായത് പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളോ കുറ്റിച്ചെടികളോ ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തല ഉയർത്തി നിൽക്കുന്നു. Another one, tall trees are rare here. ഇവിടെ ഉയരം കൂടിയ സസ്യങ്ങൾ അപൂർവമായി കാണുകയുള്ളൂ. ഇവിടെ എന്തില്ല? വളരെ ഉയരം കൂടിയ മരങ്ങളെ നമുക്ക് ഒട്ടും തന്നെ ടോൾ ട്രീസിനെ നമുക്ക് ഇവിടെ ഒട്ടും തന്നെ കാണാൻ സാധ്യമല്ല. ക്ലിയർ ആയില്ലേ? Then the major faunas, ഇനി ആരൊക്കെയാണ് അവിടുത്തെ ജന്തുജാലങ്ങൾ? Fauna means ജന്തുജാലം, flora means സസ്യജാലം. So the major faunas included polar bears, then reindeers and sea animals like whales, seals and fishes. ഏതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട faunas അഥവാ ജന്തുജാലങ്ങൾ? See this, the major faunas are polar bears, കരടികൾ, and reindeers, sea animals, കടലിലെ മൃഗങ്ങൾ like whales, seals, etc. Okay, these are the major faunas in tundra region, tundra climatic region. So now we learn about the 3 different climatic regions of the world. ലോകത്തിലെ 3 വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു നോക്കിച്ചേർത്? ഫസ്റ്റ് വൺ ഈസ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, സെക്കൻഡ് വൺ hot desert, and third one now we are discussed about the tundra climatic region. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഈ ലോകത്തിലെ ഡൈവേഴ്സ്. നമ്മുടെ ലെസന്റെ പേരെന്താ? വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ആ ക്ലൈമാറ്റിനെ കുറിച്ചിട്ടും അവിടെ വൈവിധ്യങ്ങൾ കാണുന്നു. ഫസ്റ്റ് അതുകൊണ്ട് തന്നെ അതിനെ 3ആയി വിഭജിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, hot desert and tundra climatic region. Clear? See this, look at this. Here. Okay, all of you look at this map, world map. So here it is divided into 3. There are equatorial climatic region. Did you see that equatorial climatic region? And then the hot desert and tundra climatic region. Okay, which are the temperature zone? ഇതിനെ അങ്ങനെ ടെമ്പറേച്ചർ സോൺ താപീയ മേഖലകളാക്കി 3 താപീയ മേഖലകളാക്കി മാറ്റിയിരിക്കുന്നു. അവയാണ് ഏതെല്ലാം? അവയാണ് ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പിക്കൽ സോൺ. ഇതിൽ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ട്രോപ്പിക്കൽ സോൺ, ഡിഡ് യു സീ ദിസ്? ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. ഏറ്റവും ഓൺ ദ ടോപ്പിലേക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രിജിഡ് സോൺ. കണ്ടോ നിങ്ങൾ? ആ നോർത്ത് പോളിന്റെ ഭാഗത്തായിട്ട് കാണുന്ന പ്രദേശമാണ് 90 ഡിഗ്രി ടു ഫ്രിജിഡ് സോണിന്റെ വരെ കാണുന്നു, അത് ഫ്രിജിഡ് സോൺ. ദെൻ അതിന് താഴെ കാണുന്ന പ്രദേശമാണ് ടെമ്പറേറ്റ് സോൺ, മിതോഷ്ണ മേഖല. ദെൻ അതിന് താഴെ കാണുന്ന പ്രദേശമാണ് ട്രോപ്പിക്കൽ സോൺ. അതായത് ഉഷ്ണമേഖല പ്രദേശങ്ങൾ. അങ്ങനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, ദീസ് ടെമ്പറേച്ചർ സോൺ എക്സിസ്റ്റ് ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻ. ഈ ടെമ്പറേച്ചർ സോണിനെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള 3 ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. അതിന്റെ ഏതൊക്കെയാണത് നോക്കാം. ദേ ആർ ദ ലൊക്കേഷൻ, nearness to sea and altitude. See this,
വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപം കൊള്ളുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ് ഏതെല്ലാം? വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളാണല്ലോ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ പഠിച്ചു. അത് രൂപം കൊള്ളുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ദ ലൊക്കേഷൻ, അതായത് ഒരു ഭൂപ്രദേശത്തിന്റെ സ്ഥാനം കണക്കാക്കിയിട്ടാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖല നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് നിയർനെസ് ടു സീ, അതായത് സമുദ്ര സാമീപ്യം, സമുദ്രത്തിന്റെ എത്രമാത്രം അടുത്താണോ ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ആ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഈ 3 പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് വ്യത്യസ്ത കാലാവസ്ഥകളെ നിർണ്ണയിക്കുന്നത്. ക്ലിയർ? So today we discussed about tundra climatic region. നമ്മൾ ഇന്ന് പഠിച്ച ഭാഗമാണ് tundra climatic region നെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഹോട്ട് ഡെസേർട്ട് പഠിച്ചു. ഇപ്പൊ പഠിച്ചതാണ് സ്നോ ഏരിയ, ദാറ്റ് ഈസ് tundra climatic region നെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ tundra climatic region അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പേരെന്താണ്? ഇന്യൂട്സ്. ആ ഇന്യൂട്സ് താമസിക്കുന്ന അവർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൗസസിലാണ് അവർ താമസിക്കുന്നത്. ആ ഹൗസിന്റെ പേരെന്താണ്? ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. This is a temporary house called igloo built by the Inuit tribe. Inuit tribe ഉണ്ടാക്കുന്ന ഒരു ടെമ്പററി, താൽക്കാലികമായി ഉണ്ടാക്കുന്ന വീടാണ് ഈ ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അവരുടെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്? അവരുടെ Inuits are adapted to the adverse climate and the lack of resources. Hunting and fishing are their means of life. They live in small groups and never settle anywhere. അവർ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കാറില്ല. 6 മാസം ഇഗ്ലൂവിൽ താമസിക്കുന്നു, വേറെ 6 മാസം വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. വേറെ വീടുകൾ അവർ കെട്ടിയുണ്ടാക്കുന്നു. ആ വീടുകൾ എന്തുകൊണ്ടാണ് അവർ ഉണ്ടാക്കുന്നത് അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഹണ്ടിങ് തന്നെയാണ്. അവർ എന്ത് ചെയ്യുന്നു? അവരെ ഹണ്ട് ചെയ്ത ആ മൃഗങ്ങളുടെ ബോൺസുകൾ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ റോക്കുകൾ ആൻഡ് ലെതേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ വേറെ വീടുകൾ ഉണ്ടാക്കുന്നത്. അതിലാണ് അവർ താമസിക്കുന്നത്. പിന്നെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ് നമ്മൾ കണ്ടത്. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ദേ വെയർ, അവർ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലപോലെ പഠിക്കുക. എയർ ടൈറ്റ് ലെതർ ഷൂസ് ആൻഡ് ഡബിൾ ലെയർഡ് ജാക്കറ്റ്സ് ആൻഡ് ട്രൗസേഴ്സ് മെയ്ഡ് ഓഫ് ഫർ ആർ ദ കോമൺ കോസ്റ്റ്യൂംസ് ഓഫ് ദ ഇന്യൂട്സ്. മനസ്സിലായില്ലേ? പിന്നെ അവരുടെ ആ യാത്രയ്ക്കായി അവർ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന്റെ പേരാണ് എന്ത്? sludges. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? The Inuits traveling on flat sludges driven by tamed dogs. അതായത് അവർ വളർത്തുന്ന നായകളെ കൂട്ടിക്കെട്ടിയിട്ട് ആ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? നായകളാണ്. നായകളെ പിടിച്ചിട്ട് ആ വാഹനത്തിലാണ് അവർ യാത്രയ്ക്കായി അവർ ഉപയോഗിക്കുന്നത്. That is known as sludges എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ കണ്ടതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടുണ്ട്ര റീജിയൻ. ഏതൊക്കെയാണത്? ഈ ടുണ്ട്ര റീജിയന്റെ പ്രത്യേകത എന്താണ്? വെരി ലോ വെജിറ്റേഷൻ, വെരി ലോ റെയിൻഫോൾ, ഒട്ടും തന്നെ മഴ ലഭിക്കാറില്ല ആ പ്രദേശം. സ്കേഴ്സ് വെജിറ്റേഷൻ ആണ്. കൂടാതെ എക്സ്ട്രീംലി ലോ പോപ്പുലേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ട് മീൻസ് ശൈത്യ മരുഭൂമി. മരുഭൂമിയാണ്. നമ്മൾ ഹോട്ട് ഡെസേർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ഫുൾ ഓഫ് ഹോട്ട് ആണ്. പക്ഷെ ഇവിടെ കോൾഡ് ഡെസേർട്ട് ആകുമ്പോൾ എന്താണ്? ശൈത്യ മരുഭൂമിയാണ്. ഫുൾ ഓഫ് കവേർഡ് വിത്ത് സ്നോ ആണ്. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഇന്യൂസുകൾ മാത്രമേ അവിടെ ജീവിക്കാറുള്ളൂ. പിന്നെ മേജർ വെജിറ്റേഷൻസ് നമ്മൾ കണ്ടു. അവിടുത്തെ വെജിറ്റേഷൻസ് എങ്ങനെയുള്ളതാണ്? സ്മോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ ആൻഡ് ഓൾസോ കംപ്രൈസസ് ഓഫ് മോസ് ആൻഡ് ലിച്ചൻസ്. പന്നൽ, പായൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സസ്യജാലങ്ങളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയാറുള്ളത്. ക്ലിയർ? പിന്നെ നമ്മൾ പഠിച്ചതാണ് എന്ത്? ഇക്വറ്റോറിയൽ. ഈ ലെസണിൽ നമ്മൾ പഠിച്ചതാണ് ഈ നമ്മുടെ ഡൈവേഴ്സ് ക്ലൈമറ്റിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെയാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്ട് ആൻഡ് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ? അതറിയാം. പിന്നെ ഈ ടെമ്പറേച്ചർ സോണ് 3ആയി തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണത്? ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേച്ചർ സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. ക്ലിയർ അല്ലേ? എല്ലാവരും ഈ ലെസൺ നല്ലപോലെ വായിക്കും. Okay, so all of you read this part very well. 2 or 3 times you can read this part, and if any doubt you will call me, and thank you. Have a nice day.